ഇടയ്ക്കൊന്ന് ബോറടിക്കുമ്പം ഷീറ്റും തലയണയും പിന്നെ ടെന്റും ഒക്കെ എടുത്ത് തൊട്ടടുത്തുള്ള പാർക്കിൽ പോയി ഒരു ചെറിയ പിക്നിക് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ആചാരമായതുകൊണ്ട് ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ പതുക്കെ മേടിച്ച് ഞങ്ങളുടെ കയ്യിൽ പിക്നിക്കിനുള്ള എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഏതോ ഒരു ക്രിസ്മസിന്റെ ജിലുവിന് അച്ചാച്ചൻ കൊടുത്ത ഗിഫ്റ്റ് ആണ് ഈ ടെന്റ്. കുറച്ച് നാളായിട്ട് ഇത് ബേസ്മെന്റിൽ ഇരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ പുറംവട്ടം കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും പറ്റും. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ നേരെ ബയോയിൽ പോയി ചെക്ക് ചെയ്യാട്ടോ. DM ചെയ്യേണ്ട, നേരെ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ബയോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കൺസർവേഷൻ ഏരിയ ആണ്. എനിക്ക് അധികം ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ബീച്ച് പാർട്ടി ആയിട്ട് അറേഞ്ച് ചെയ്തിരുന്ന ജിലുവിന്റെ ബർത്ത്ഡേ പാർട്ടി ഒരു പിക്നിക് ആക്കുകയായിരുന്നു. അധികം ആരുമില്ല, ഞാനും അച്ചാച്ചനും അമ്മച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ. നമ്മൾ അവിടെ വന്ന് കുറച്ചു നേരം ടെന്റ് ഒക്കെ സെറ്റ് ചെയ്തു, പിക്നിക് എല്ലാം സെറ്റ് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ചു നേരം കളിച്ച് തിരിച്ച് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മുടെ രണ്ടു ഫ്രണ്ട്സ് വന്നത്. ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ നോ ടോയ് റൂൾസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ എല്ലാവരോടും അത് പറയാൻ മറന്നുപോയി. ഈ നോ ടോയ് റൂൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിലുവിന് വേണ്ടതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യം എന്നുള്ളതെല്ലാം നമ്മൾ നമ്മുടെ പൈസ ഉപയോഗിച്ച് നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഗസ്റ്റ് വരുമ്പോഴത്തേന് നമ്മൾ നോ പറഞ്ഞ ഗിഫ്റ്റ് ആയിരിക്കും അവർ മേടിച്ചിട്ട് വരിക. അപ്പം ഒരു നോ എന്നുള്ളതിന്റെ ആ ഒരു വാല്യൂ പോകാതിരിക്കാൻ വേണ്ടിയാണ് നോ ടോയ്സ് എന്ന് ഞാൻ മിക്കവരോടും പറയാറുള്ളത്. ആ നോയുടെ വാല്യൂ പോകരുത് എന്നുകൂടി ഉദ്ദേശിച്ചിട്ടാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഏതായാലും അച്ചാച്ചൻ പോയി ഫുഡും കേക്കും എല്ലാം എടുത്തിട്ട് വന്നു. ബലൂൺ നമ്മൾ കാറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അവൾ പറത്തി കളയും. ഈ ടോയ് റൂൾസ് ഒക്കെ ഓരോ പേരൻസിനും ഡിപ്പെൻഡഡ് ആണ് കേട്ടോ. കാരണം ഒരു കുട്ടി പോലെ അല്ല വേറൊരു കുട്ടി. ഓരോ കുട്ടിയുടെ ബിഹേവിയർ വെച്ചിട്ടാണ് ഓരോ പേരൻസും ടോയ് റൂൾസ് ഒക്കെ വെക്കാറുള്ളത്. ജിലുവിന് അത്യാവശ്യം കുറച്ച് ടോയ് റൂൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവൾ അത്യാവശ്യം ഫോളോ ചെയ്യുന്നതുണ്ട്. ജിലുവിന്റെ പിങ്ക് റൂമിന്റെ ടൂർ ചോദിച്ചിട്ട് കുറച്ച് പേര് കമന്റ്സും മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നമ്മൾ സൂൺ ഒരു ടൂർ ചെയ്യുന്നതായിരിക്കും അവളുടെ പിങ്ക് റൂം എങ്ങനെയാണെന്നുള്ളത്. ജിലുവിന്റെ 3rd ബർത്ത്ഡേ ഒരു ബീച്ച് പാർട്ടി ആയിട്ടാണ് ആദ്യം അറേഞ്ച് ചെയ്തിരുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് കേക്കും ആ ഒരു തീമിലായിരുന്നു ഞാൻ കൊടുത്തത് കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു പിക്നിക് ആക്കുമായിരുന്നു. ഗസ്റ്റും അധികാരം ഇല്ലായിരുന്നു. ചെറിയ രീതിയിൽ അങ്ങനെ കേക്ക് കെട്ടിയത് ജിലുവിന്റെ 3rd ബർത്ത്ഡേ ഇവിടെ കഴിഞ്ഞു. നല്ല കേക്കായിരുന്നു, നല്ല യമ്മി ആയിരുന്നു. കാണാൻ ലുക്ക് പോലെ തന്നെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നെങ്കിലും ആ കേക്കിന്റെ ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ ഞങ്ങൾ കഴിച്ചു തീർത്തായിരുന്നു. വളരെ ക്വയറ്റ് ആയിട്ട് അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കുറെ നേരം നമുക്ക് ഈ തണലത്തിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാർക്കാണ്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പാർക്കാണ് കേട്ടോ. സോ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് ഫിഷ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഈ പോണ്ടിൽ അത്യാവശ്യം നല്ല ഫിഷ് ഉണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇതേ സമയത്ത് ഒരു 38 വീക്സ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഫിഷിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ വയറ്റിൽ കിടന്ന ഫിഷാണ് ദേ ഈ പോകുന്നത്. നമ്മുടെ ടെന്റ് കാറ്റത്ത് വെയിറ്റ് കുറഞ്ഞപ്പം പറന്നുപോയി. അതിന്റെ അകത്തുള്ള ഷീറ്റും ടോയ്സും ഒക്കെ ജിലു എടുത്ത് മാറ്റിയായിരുന്നു. അതുകൊണ്ടാണ് അത് പറന്നുപോയത്. ഏതായാലും കുറെ നേരം സ്പെൻഡ് ചെയ്തു. ഒരു ഉച്ചയ്ക്ക് ഒരു 12 o'clock വന്ന് നമ്മൾ രാത്രി 7 മണി ആയപ്പോഴാണ് ഇവിടെ നിന്ന് പാക്ക് ചെയ്തത്. അങ്ങനെ മീൻ കിട്ടിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ മീനൊന്നും കിട്ടാറില്ല. ചുമ്മാ ഒരു ആനന്ദം. ഇനിയിപ്പം വേറൊരു വീഡിയോ കാണാം നമുക്ക്. അതുവരെ സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ ബൈ.